ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കുറച്ച് തിരക്കുകളായിപ്പോയതുകൊണ്ടാണ് ഈ വീഡിയോ വൈകിയത്. പക്ഷേ ഇത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. പ്രൊജക്ട് ഹെയിൽ മേരി ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി. ഐമാക്സ് ഡിജിറ്റൽ ക്യാമറാസ് വെച്ചിട്ട് 1.43:1 എക്സ്പാൻഡഡ് ഐമാക്സ് ഫുൾ റേഷ്യോയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമ. എർത്ത് സീൻസ് സ്കോപ്പ് റേഷ്യോയിലും സ്പേസിലേക്ക് പോകുന്ന സീൻസ് 1.43:1 ഫുൾ ബ്ലോൺ ഐമാക്സ് റേഷ്യോയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വേറെ ലെവലിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ. കഴിഞ്ഞ ആഴ്ച UK-യിലും ദുബായിലും US-ലൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര നല്ല റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഇവിടെ നമ്മളിവിടെ ഇന്ത്യയിൽ ഐമാക്സിൽ അവർ സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇന്നലെ സ്കെഡ്യൂൾ ചെയ്ത ഷോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കൊടുത്തിട്ട് ദുരന്തർ ഇട്ടിരിക്കുകയാണ് ഐമാക്സിൽ. വാട്ട് ബുൾഷിറ്റ് ആർ യു ഡൂയിങ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? നാട്ടിലെന്താ വേറെ തിയേറ്റേഴ്സ് ഒന്നുമില്ല? എന്തോരം തിയേറ്റേഴ്സ് ഉണ്ട്. നോ ഹേറ്റ് ടു ദുരന്തർ. എനിക്ക് ദുരന്തർ അത്ര ഇഷ്ടപ്പെട്ട പടങ്ങളാണ് 1ഉം 2ഉം. നോ ഹേറ്റ് ടു ദുരന്തർ അറ്റ് ഓൾ. പക്ഷേ വാട്ട് ദി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ഡൂയിങ് ഇസ് ആബ്സല്യൂട്ട് ബുൾഷിറ്റ്. ദുരന്തറിൻ്റെ ടീം ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ട് ഇക്കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് എന്ന് കൂടെ ഞാൻ പറയാനാണ്. നിങ്ങൾക്ക് ആ പങ്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ആരാണോ ഇതിൻ്റെ പിന്നിൽ, ഈ പൊട്ട ബുദ്ധിയുടെ പിന്നിൽ ആരാണെങ്കിൽ ദയവ് ചെയ്ത് ഇമ്മാരി പോഴത്തരം കോമാളിത്തരം കാണിക്കാതിരിക്കുക. ഐമാക്സിന് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ മാറ്റി ഐമാക്സ് പടം പോലും അല്ലാത്തൊരു സാധനം, ഒരു നോർമൽ സിനിമയായ സ്കോപ്പ് റേഷ്യോയിൽ എടുത്തിരിക്കുന്ന ദുരന്തർ DMR ചെയ്തിട്ട് കൊണ്ടുവന്ന് ഐമാക്സിൽ ഇടുന്നത് ഇട്ടോ. പക്ഷേ അവിടെ ഇതിനു വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയുള്ളപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടാണ് അവിടെ ഇടുന്നത്. ഒരാഴ്ച ഇപ്പോൾ ഐമാക്സിൽ നിങ്ങൾ ദുരന്തർ ഇട്ടില്ലേ, 1-2 ഷോ കളിപ്പിച്ചൂടെ? അപ്പോഴും ഈ സിനിമ തീരെ ഇടാതിരിക്കാതെ പകരം 2 ഷോയെങ്കിലും അലോട്ട് ചെയ്തൂടെ? ഈ സിനിമയാണെങ്കിലും നിങ്ങളുടെ സിനിമ പോലെ തന്നെ 4 മണിക്കൂറൊന്നുമില്ല, 2.5 മണിക്കൂർ അടുത്താണ് ഈ സിനിമ ഉള്ളത്. ഈ സിനിമ ഇതിനുവേണ്ടി ചിത്രീകരിക്കുന്ന സിനിമ. റയൻ ഗോസ്ലിങ്ങിനെ പോലെ ഒരു ഗംഭീര നടൻ അഭിനയിക്കുന്ന പടം. ഹൃത്തിക് റോഷൻ സിനിമ ഒരിക്കലും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്ത ആളാണ്. ഹൃത്തിക് റോഷനാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിന് തക്കതായ കാരണമുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഏലിയനായിട്ട് ഫ്രണ്ട്ഷിപ്പ് വരുന്ന ഒരു കഥ. അതാണ് ഈ സിനിമ. ബേസ്ഡ് ഓൺ എ വെരി പോപ്പുലർ നോവൽ ബൈ ദ സെയിം നെയിം. അപ്പോൾ ഹൃത്തിക് റോഷൻ കോയി മിലിക എന്നുള്ള സിനിമ അഭിനയിച്ചിരിക്കുന്ന നടനായതുകൊണ്ട് അവർ ഹൃത്തിക്കിനെയാണ് അപ്രോച്ച് ചെയ്തത്. ഹൃത്തിക് അത്ര ഭംഗിയായിട്ട് 2 വീഡിയോയിലൂടെ ഈ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ ഇസ് റൈറ്റ് നൗ ഗോയിങ് സൂപ്പർ വൈറൽ. ഭയങ്കര വൈറലാണ്. 8 മണിക്കൂറുകളായിട്ടുള്ള ഇപ്പം തന്നെ മില്യൺ അടിക്കാറായി നിൽക്കുകയാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ വന്നിരുന്നു, അത് ഓൾറെഡി മില്യൺ ക്രോസ് ചെയ്തെന്ന് തോന്നുന്നു. ഇനി ആരൊക്കെ പറയണം? ഐമാക്സ് ഇന്ത്യ, വാട്ട് ആർ യു ഡൂയിങ്? How can you not allow your own movie to play? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി എടുത്ത് മാറ്റിയിട്ട് ഒരു DMR ഐമാക്സ് മൂവി എടുത്ത് ഇടുന്നത് എന്ത് തോന്നിയവാസമാണേ. ഐമാക്സ് ഇത് എങ്ങനെ അലോ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. യു ആർ കില്ലിങ് യുവർ ഓൺ ബ്രാൻഡ്. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. ഇവിടെ ഐമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ട് കാണുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അത് കൂടാതെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആളുകളിലേക്ക് എന്താണ് ഐമാക്സ്, എന്താണ് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻ, എന്താണ് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ, എന്താണ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ്, എങ്ങനെയാണ് സിന്നേഴ്സ് പോലെയുള്ള സിനിമയിൽ ഏറ്റവും വൈഡസ്റ്റ് ആനമോർഫിക് ഫോർമാറ്റിൽ നിന്നും ഏറ്റവും ടോളസ്റ്റ് ഐമാക്സ് റേഷ്യോയിലേക്ക് ഒരു സിനിമ അതിൻ്റെ ഒരു എസെൻസോട് കൂടി ഇങ്ങനെ സ്വിച്ചായി ആളുകളുടെ മനസ്സും അതുപോലെ തന്നെ ഇതൊക്കെ കീഴടക്കണമെന്നുള്ളതൊക്കെ കഷ്ടപ്പെട്ടാണ് ആൾക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ കൂടി അപമാനിക്കുന്ന രീതിയിൽ ഐമാക്സ് എന്നുള്ള ആ കോൺസെപ്റ്റിനെ പോലും താറടിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രാൻഡിന് എന്താണ് കാണിക്കുന്നത്? ഏറ്റവും ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടിയായിട്ട് ഇവരെ പോലെയുള്ള ഡയറക്ടേഴ്സും ആക്ടേഴ്സൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഗംഭീരമായ ഒരു വിഷ്വൽ ഓഡിയോ ട്രീറ്റോടുകൂടി ഒരു ഫിലിംഡ് ഫോർ ഐമാക്സ് സിനിമ കൊണ്ടുവരുമ്പോൾ
എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഈ പോക്കൃത്തരം കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോരം രാജ്യങ്ങളിൽ ഐമാക്സിൻ്റെ വെന്യൂസ് ഉണ്ട്. ചൈനയിൽ മാത്രം 900 അടുത്ത് വെന്യൂസ് ഉണ്ട് ഐമാക്സിൽ. 900, ഐ എം നോട്ട് ജോക്കിങ്, 900 വെന്യൂസ് ഉണ്ട്. എന്നിട്ട് പോലും ഈവൻ മറ്റുള്ള സ്ഥലങ്ങൾ എടുത്ത് നോക്കിക്കോ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, എവിടെ എടുത്ത് നോക്കി ഇവിടെ എങ്ങും ഈ തോന്നിയാസം കാണിക്കാറില്ല. അവിടുത്തെ ഭാഷയിലുള്ള സിനിമകൾ വരുമ്പോൾ അത് 1-2 ഷോ ഇടുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റർനാഷണൽ റിലീസസ് ഇടുകയും ചെയ്യാറുണ്ട്. നിങ്ങളിത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐമാക്സ് ഇന്ത്യ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഗൈസ്? ഞാൻ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ക്രിയേറ്ററാണ്. കേരളത്തിൽ നിന്നും ഐമാക്സ് ആയിട്ട് ഒഫീഷ്യലി അസോസിയേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നിട്ടും ഞാൻ പറയുകയാണ്, വാട്ട് ആർ യു ഗൈസ് ഡൂയിങ് ഹിയർ? പ്ലീസ് കം ഓൺ. ഞാൻ എന്തോരം തവണ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഐമാക്സ് നിങ്ങളെ ഇങ്ങനെ ചെയ്താൽ പോരാ, ആൾക്കാരിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം കഷ്ടപ്പെട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇവിടെ മൂവീസ് സ്കെഡ്യൂൾ ചെയ്യണം. റിലീസസിന് വേണ്ടി ഞാൻ എന്തോരം പുറകെ നടന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്തോരം ദിവസം ഐമാക്സിൽ ഷോ ഇല്ലാതെ സ്കെഡ്യൂൾ ചെയ്യാതെ കിടന്നപ്പോൾ എന്തോരം റിലീസിന് വേണ്ടി നിങ്ങളുടെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട്. എന്തോരം പേരാണ് ഇതിൻ്റെ പിന്നിൽ അവരവരുടെ പേഴ്സണൽ ലൈഫിലെ ടൈമും പ്രൊഫഷണൽ ലൈഫിലെ ടൈമും മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫോർമാറ്റിനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന എന്തോരം പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. എൻ്റെ കേസ് വിട്, ബാക്കിയുള്ള എന്തോരം പേരുണ്ട്. ഒന്ന് ഇച്ചിരിയെങ്കിലും മര്യാദ കാണിച്ചുകൂടെ? ഈ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി എക്സ്ട്രാ പൈസ മുടക്കി സ്റ്റേറ്റിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത്, ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റു ഡിസ്ട്രിക്റ്റിലേക്ക് ട്രാവൽ ചെയ്ത്, ഐമാക്സ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്തേക്കൊക്കെ ട്രെയിനും ഫ്ലൈറ്റും കാറും ബസ്സും ഒക്കെ പിടിച്ച് പോകുന്ന ആൾക്കാർക്കൊന്നും ഒരു വിലയില്ലേടേ. ഇത്രയും സപ്പോർട്ട് വേറെ ഏത് ഫിലിം ഫോർമാറ്റിന് കിട്ടിയിട്ടുണ്ടാവും ഈ ഫുൾ ജീവിത ചരിത്രത്തിൽ തന്നെ? എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഇമോഷൻ മനസ്സിലാവാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇത്തരത്തിലുള്ള അനീതി കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കാര്യമായിട്ട് വയ്ക്കണേണ്. നിങ്ങളെ എന്തൊക്കെ രീതിയിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറയാല, ഈ ക്യാമറ ഓഫ് ചെയ്ത എൻ്റെ വായിൽ നിന്ന് പച്ച പുളിച്ച തെറിയാണ് വരുള്ളൂ. ഞാൻ മര്യാദയോടെ നിങ്ങളോട് കുറച്ച് റെസ്പെക്റ്റ് കാണിച്ച് സംസാരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. അത്ര ദേഷ്യം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം 25 വർഷം എടുത്ത് എൻ്റെ നാട്ടിലൊരു ഐമാക്സ് കൊണ്ടുവരാൻ വേണ്ടി കിടന്ന് കരഞ്ഞ് മരിച്ച് അയക്കാത്ത മെയിലില്ല, കാണാത്ത വ്യക്തികളില്ല. ഇപ്പോഴും ഞാൻ ഓരോരുത്തരെ ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 1.43:1 ഐമാക്സ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്നുള്ള രീതിയിലൊക്കെ. നിങ്ങൾ എടുക്കേണ്ട പണി ഞങ്ങൾ എന്തോരം പേര് ഇവിടെ കിടന്ന് എടുക്കേണ്ടതെന്ന് അറിയാമോ? എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സ്വന്തം ബ്രാൻഡിന് I'm seriously disappointed, guys. I'm bloody damn disappointed. ഇത്തരത്തിലുള്ള സിനിമ ഇത് എന്തൊരു ആഗ്രഹമായിരുന്നു അറിയാമോ ഈ സിനിമ ഒന്ന് ഐമാക്സിൽ കാണണമെന്നുള്ളത്. ഓൾറെഡി ലോകത്തെങ്ങൂലാത്ത ഓവർ പ്രൈസിങ്, അത് കൂടാതെ ഈ ആപ്പിൻ്റെ ഫക്കപ്പ്. ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ IRCTC പഴയ ജാമ്പോൻ IRCTC തോറ്റു പോകുന്ന ലെവല് ഒരാൾക്കുൾ അലവലാതി ആപ്പാണ്. അതൊക്കെ കഷ്ടപ്പെട്ട് ഉപയോഗിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വരുന്ന, നേരത്തെ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, അതുമില്ല ഇപ്പം. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് വിലയാണ് നൽകുന്നത്? ഞാൻ തിയേറ്റർ അതോറിറ്റീസിനെ ഒന്നും പറയുന്നില്ല, കാരണം അവിടുത്തെ കേസ് എനിക്കറിയാം. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൈഡ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് മണ്ണാങ്കട്ട നിങ്ങൾ കാണിക്കുന്നത്? തെറി മൊത്തം കേൾക്കണത് മൊത്തം തിയേറ്റേഴ്സിൻ്റെ ആൾക്കാർ. അവരെന്ത് ചെയ്തിട്ടാ? അവർ DCP കിട്ടും, KDM കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ ഷോ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നിങ്ങളത് കൊടുക്കില്ല എന്നും പറഞ്ഞ് വരുന്നത്. പകരം ദുരന്തർ പ്ലേ ചെയ്യണോ? ദുരന്തർ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഐമാക്സ് തന്നെ വേണമെന്നത് ഇത്രയും നിർബന്ധം? അല്ലാതെ തന്നെ VIP മറ്റേ ലക്സ് കിണ്ടി മാങ്ങാന്നും പറഞ്ഞുകൊണ്ട് ഐമാക്സിനേക്കാളും പൈസ ടിക്കറ്റ് പ്രൈസ് കോട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ടിക്കറ്റ് വിൽക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്താ 1000 കോടി അടിക്കാനാണ്? അതൊക്കെ അടിക്കൂടെ? വേറെ തിയേറ്റർ കളിപ്പിച്ചാലും പോലെ ഇത് ആൾക്കാർ വന്ന് കാണൂലേ?
ഇതിപ്പോൾ ആ സിനിമ പോലും വെറുത്തു പോകുന്ന തരത്തിലാണ് നിങ്ങളുടെ ഈ കാട്ടായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വീണ്ടും പറയാണ്, ഐ ഹാവ് ഇമെൻസ് റെസ്പെക്റ്റ് ആൻഡ് ലവ് ഫോർ ദുരന്തർ പാർട്ട് 1 and 2. ആ സിനിമ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമ, ഒരു സ്പെഷ്യൽ വെന്യൂവിൽ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ദൂരം പോകുന്നുണ്ട്. ആ എന്നോടൊക്കെ തന്നെ ഇത് ചെയ്യണമെന്നുള്ളതാണ്. എന്നെപ്പോലെ എന്തോരം പേരുണ്ടെന്ന് അറിയാമോ? മനുഷ്യന് വയ്യ, തൊണ്ടയെന്ന് ശബ്ദം വരുന്നില്ല, പക്ഷെ മനസ്സ് വിങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ അത്ര ആഗ്രഹമുണ്ട് ഐമാക്സിൽ കാണണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ സെലക്ട് ചെയ്തേക്കണ വേറെ വെന്യൂ. കാരണം എന്താ, ഈ ഐമാക്സിലെ ഷോ ഉറപ്പുണ്ടാവോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നം. കാരണം കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറഞ്ഞ പോലെ ഷോ ലിസ്റ്റ് ചെയ്യും, പക്ഷെ ക്യാൻസൽ ചെയ്യും, ഷോ ലിസ്റ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്യും, ഈ പണ്ടാരം. പക്ഷെ പടം കാണണമെന്ന ആഗ്രഹം കൊണ്ട് അവസാനം ഞാൻ വേറൊരു വെന്യൂ സെലക്ട് ചെയ്യേണ്ടി വന്നു. അതെനിക്ക് അത്ര അതിയായ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. ആ വെന്യൂവിൽ എനിക്ക് വെറും 42 രൂപയുള്ളൂ, വെറും 42 രൂപ. എനിക്ക് വെറും 42 രൂപക്ക് അവിടെ ടിക്കറ്റിന് കിട്ടുന്ന അറിഞ്ഞുകൊണ്ട് പോലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഐമാക്സിൽ കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് പിന്നീട് അവിടെ കാണാം, അല്ലെങ്കിൽ അവിടെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേറെ സ്ഥലത്ത്. എനിക്ക് 42 രൂപ ചിലവാകുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട്, ഇവിടെ ഷോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 42 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. പക്ഷേ 42 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും 500 രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന എന്നെ പോലും നിങ്ങൾ വേർപ്പിച്ചില്ലേ? എന്തോ ഒരു ആൾക്കാർ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ ചറ ഡി എം വായിക്കാൻ പറ്റാനായിട്ട് ഞാൻ പാട് പറയുന്നത്. എൻ്റെ കണ്ണിന് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല ഇപ്പം ടെക്സ്റ്റ് വായിക്കുമ്പോൾ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ടെക്സ്റ്റ് പരിപാടി നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് DM വായിക്കാൻ പറ്റുന്നില്ല, കമൻസ് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഡിസേബിൾ ചെയ്തിരിക്കുന്നത്. ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ ദൂഷ്യം വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി നിർത്തിയത്. പക്ഷെ അപ്പോഴും ഞാൻ പറയണേ, ഞാൻ ഈ ലാസ്റ്റ് മൊമെൻറ്റ് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ വരെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് ഈ സിനിമ ഐമാക്സിൽ എന്താ ചേട്ടാ ലിസ്റ്റ് ചെയ്യാത്തത്, ഞങ്ങൾ ബുക്ക് ചെയ്ത ഷോ ക്യാൻസലായി പോയി എന്നുള്ളതാണ്. എനിക്ക് അറിയാൻ പാടില്ല, ഇവിടെ നാട്ടിൽ ഐമാക്സ് വന്നിട്ടും ഐമാക്സിൽ പടം കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ എന്നെപ്പോലെ ഈ തിയേറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിട്ട് ഇതൊന്ന് നാട്ടിൽ വരണമെന്ന് ഈ എൻ്റെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഒരു 3/4 ഭാഗം ആഗ്രഹിച്ചിരുന്നിട്ടാണ് ഇത് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. പ്രോപ്പറായിട്ടുള്ള ഒരു വെന്യൂ ഇല്ല. ട്രിവാൻഡ്രത്തിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഔട്ട്ഡേറ്റഡ് 2K സീനോണാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് ജാമ്പവാൻ പ്രൊജക്ടറാണ്. എന്നിട്ടും ആൾക്കാർ ഐമാക്സിൽ കാണാൻ കൊതിയായിട്ട് വേറെ നിവർത്തിയില്ലഞ്ഞിട്ട് കാണാൻ വരുന്നു. കൊച്ചിയിൽ സീറ്റ് എന്ന് പറഞ്ഞ സാധനം വളരെ മോശമായിട്ട് തന്നെയാണ് ഫീലായിരിക്കുന്നത്. ഞാൻ അതേക്കാൾ മോശം വേറെ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ അത്രയും മോശം എന്ന് ഞാൻ വാടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും അതിന് നല്ല സീറ്റ് അവിടെ വെക്കേണ്ടതാണ്, എക്യുപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ അതുപോലും ഞാൻ സങ്കടം പറയുന്നില്ല. ഇവിടെ ഒന്ന് ഷോ മര്യാദക്ക് ലിസ്റ്റ് ചെയ്തൂടെ? ഇവിടെ ഒരു PXL ഉണ്ട്, ഇവിടെ ഒരു ഐമാക്സ് ഉണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഷോ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശോകം. എന്തോ ഭാഗ്യത്തിന് ഈ ഒരു പടം PXL ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്ദിയുണ്ട് എന്തായാലും. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയലടേ. ഐ ആം ഫെഡ് അപ്പ് ഓഫ് യു ഗൈസ്. ഇന്ത്യയിലെ ഗതി എന്താണ് ഇങ്ങനെ? എന്ത് ബ്രാൻഡ് ഇന്ത്യയിൽ വന്നാലും ആ ബ്രാൻഡിന് കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന പരിപാടികളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. വേണേ തിന്നിട്ട് പൊക്കോ, ഞങ്ങൾക്ക് സൗകര്യമുള്ള കാണിക്കും, സൗകര്യമുള്ള പ്രൈസ് ഇടും, നീ വേണേ കണ്ടച്ച് പോക്കോ. ഈ സ്വഭാവം എന്ന് മാറൂടെ? നശിഞ്ഞ പരിപാടിയാണത്, പറയാതിരിക്കാൻ വയ്യ. ഈ തിയേറ്റർ വരാൻ വേണ്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം തിയേറ്റർ പോലെയാണ് ഞാൻ ഈ തിയേറ്റർ കാണുന്നത്, എൻ്റെ സ്വന്തം പോലെ. എന്നിട്ട് എനിക്ക് വന്ന ഡിസപ്പോയിൻമെൻറ്റ്, എനിക്ക് വന്ന സങ്കടം ഞാൻ സത്യമായിട്ട് പറയണല്ലേ. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ വായിൽ, എൻ്റെ മനസ്സിൽ പച്ചത്തെറിയാണ്. എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ നീയൊക്കെ ഐമാക്സ് ഉപ്പിലിട്ട് വെക്കുക, എന്നിട്ട് കുറേ പിന്നെ ആ ഐമാക്സിന് പറ്റാത്ത സാധാ പടങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടിട്ട് ഒരു പണി, കുറച്ച് ഭോജ്പൂരി പടമോ എന്തെങ്കിലുമൊക്കെ പല B ഗ്രേഡ് പടമൊക്കെ കൊണ്ട് അവിടെ ഇട്ട് തള്ളിക്ക്. ആങ്ങാണ്ടി മതിയേ എനിക്ക് പറയണ എനിക്ക് നാണം വന്ന്, കേൾക്കണ നിങ്ങൾക്ക് തോന്നണല്ലേ? കഷ്ടം തന്നെ. ഐമാക്സ് ഉണ്ടായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ.
എടേ ദുരന്തർ ഇവിടെ കാണിക്കുക എന്തോരം വേറെ തിയേറ്റർ ഉണ്ട് ഡേ, അവിടെ കൊണ്ടുപോയിട്ടൂടെ. എന്തിനാണ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കൊണ്ടുവന്ന് പണ്ണണം എന്നുള്ളത്? ഈ സിനിമ ഇതിനു വേണ്ടിയുള്ളതാണ്. ഈ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ല, ഇത് ഐമാക്സിന്റെ ഒഫീഷ്യൽ പേജിലുള്ള തംബ്നെയിലാണ് ഈ കാണുന്നത്, ഫിലിംഡ് ഫോർ ഐമാക്സ്. 1.43:1 റേഷ്യോ എടുത്തിരിക്കുന്ന പടം. അതുകൊണ്ട് അത് ഏതോ ചട്ടി മറ്റേ ചാണാപ്പൊളി സ്ക്രീൻസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഇത് കാണിക്കേണ്ട സ്ക്രീനിൽ ദുരന്തർ ഇട്ടിരിക്കുന്നു. എന്തൊരു ദുരന്തോടോ അങ്ങനെ. ഇതൊക്കെ സ്കെഡ്യൂൾ ചെയ്യണവനും ഇതൊക്കെ തീരുമാനിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇമ്മാരി പോക്കനം കേട് കാണിക്കണ ഏത് വിവരം കേട്ട അലവലാതിയാണ് പണ്ടാറം. ഇനി ഞാൻ സംസാരിച്ച എൻ്റെ റിലേ മാറും, എൻ്റെ ഭാഷ മാറും, മൊത്തം പ്രശ്നവും. അതുകൊണ്ട് ഞാൻ പോണേണ്. എന്തെങ്കിലും പുല്ല് കാണിക്കും നീയൊക്കെ, കുറച്ച് മറ്റേ ചക്കച്ചോളയും മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് നിൻ്റെയൊക്കെ ഐമാക്സിൽ ഉപ്പിലിട്ട് വെക്കും നീയൊക്കെ. അത് നീയൊക്കെ തന്നെ അത് വരട്ടി തിങ്ങി മാങ്ങാണ്ടി പാറി.